നമസ്കാരം. എൻ്റെ കൊച്ച് പാവമാണ്. എൻ്റെ മക്കളെ അവനൊരു പഞ്ചപാവമാണ്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെയാണ് അവർ കൊന്നുകളഞ്ഞത്. എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല. ഇതുവരെ ആരുമായും ഒരു വഴക്ക് പോലും അവനില്ലായിരുന്നു. അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടാൽ ഒരു ഹായ് പറഞ്ഞു പോകുന്ന എൻ്റെ മകനെയാണ് ഇത്രയും ക്രൂരമായി അവർ കൊന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഐവിന്റെ അമ്മ റോസ്മേരി ഇന്ന് പറഞ്ഞ വാക്കുകളാണിത്. മകന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. അവനെ പോറ്റി വളർത്തിയ അമ്മയുടെ നെഞ്ചുനീറി പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവർക്കും നൊമ്പരമായി മാറുന്നത്. മകൻ അപകടത്തിൽപ്പെട്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് പാലായിൽ നിന്നും വരുന്ന വഴി കൂത്താട്ടുകുളത്തെത്തിയപ്പോഴാണ് മരിച്ചെന്നറിഞ്ഞത്. ഇത്രയും ക്രൂരമായ കൊലപാതകത്തിനാണ് മകൻ ഇരയായതെന്ന് അറിഞ്ഞതോടെ കരഞ്ഞു തളർന്ന ഐവിന്റെ അമ്മ റോസ്മേരിയുടെ കണ്ണുകൾ കാണാൻ പോലും സാധിക്കുന്നില്ല. രാജ്യം കാത്ത ആളാണ് തന്റെ പിതാവെന്നും അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണവർ എന്നും കാറടിച്ച് കൊന്നുകളഞ്ഞതെന്നും റോസ്മേരി പറഞ്ഞു. അവനെ ഒരിക്കലും കൊല്ലുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വാക്കുതർക്കം ഉണ്ടായെന്ന് കേട്ടപ്പോൾ അടിപിടിയിൽ എന്തെങ്കിലും പരിക്ക് കാരണമായി ഉണ്ടാകുമെന്നും കരുതിയുള്ളൂ. ബോണറ്റിൽ കയറ്റി വെച്ചെന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ കഴിഞ്ഞില്ല എന്നുമാണ് അമ്മയുടെ പ്രതികരണം. അവനൊരു പാവം കുട്ടിയാണ്. ആരെയും കൂട്ടില്ലാതെ പുറത്തു പോലും പോകാത്തൊരു കുട്ടി. വീടും ജോലിയും ചെയ്യുന്ന സ്ഥലമല്ലാതെ വേറൊരു കൂട്ടും അവനില്ല. ഒരാൾ തമ്മിൽ തല്ലോ വഴക്കിനോ പോകാറില്ല. കള്ളുകുടിയോ കഞ്ചാവോ ഒന്നുമില്ലാത്തൊരു കുട്ടി. എല്ലാവരോടും സ്നേഹം മാത്രം പറയുന്നൊരു കുട്ടി. നീ ഇങ്ങനെ പാവമല്ലേടാ, ആളുകൾ കബളിപ്പിക്കുമെന്നൊക്കെയാണ് ഞങ്ങൾ പറയാറ്. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ആ കൊച്ചിനെയാണ് കൊന്നിരിക്കുന്നത്. ആക്സിഡന്റ് പറ്റിയിരുന്നതിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ ആരും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മെഡിക്കൽ ഫീൽഡിൽ രോഗികളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞാനും ഭർത്താവും. ഞങ്ങളുടെ മകന് തന്നെ ഇത് വന്നല്ലോ. കൊന്ന് ബോണറ്റിൽ കയറ്റി വെക്കേണ്ട ഒരു തെറ്റും ആ പാവം ചെയ്തിട്ടില്ല. ഒരാളെ പോലും നോവിക്കാത്ത കൊച്ചാണ്. കൊല്ലണ്ടായിരുന്നു. 24 വർഷം കാലാണോ കൈയാണോ വളരുന്നതെന്ന് നോക്കി ഞങ്ങൾ വളർത്തിയതാണ്. നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നതെന്ന് റോസ്മേരി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ചുമതലയുള്ളവർ തന്നെ മകനെ ക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകികൾ രക്ഷപ്പെട്ടുകൂടാ. ഇനിയും ഒരു രക്ഷിതാവിനും ഒരു ഗതി വരരുതേ. ഐവിന്റെ പിതാവ് ജിജോ പറഞ്ഞ വാക്കുകളാണിത്. 11 മാസമായി ഷെഫായി ജോലി ചെയ്യുന്ന മകന് കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം സുഹൃത്തുക്കളായിരുന്നു. ആരുമായും ഒരു ചെറിയ വഴക്ക് പോലും ഉണ്ടായിട്ടില്ല. അത്രയും പാവമായിരുന്നു ഐവിനെന്ന് ജിജോ പറയുന്നു. വിമാന കമ്പനികൾക്ക് ആഹാരം തയ്യാറാക്കി നൽകുന്ന സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പിൽ 11 മാസം മുൻപാണ് ഐവിൻ ജോലിക്ക് കയറിയത്. നെടുമ്പാശ്ശേരിയിൽ തന്നെയായിരുന്നു ജോലി. ഐവിന്റെ പിതാവ് ജിജോ ജെയിംസ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. മാതാവ് റോസ്മേരി ജിജോ പാല ചേർപ്പുങ്കലുള്ള മാർസ്ലീവോ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഏക സഹോദരി അലീന ജിജോ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ അങ്കമാലി സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്നും തെളിവുകൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രതികൾ ബീഹാറികളായ CISF ഉദ്യോഗസ്ഥർ. അതുകൂടി അറിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വേദനയായ വാർത്തയായി മാറുന്നത്.